ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 25. വളരെ പരിചിതമായ ഒരു വചനമാണ്. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവവചനം പറയാൻ പോകുകയാണ്. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മതി. 2 ചോദ്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ചോദ്യം യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാര് തമ്മിൽ ചോദിക്കുകയാണ്, ഇവൻ ആര്? ഈ 2 ചോദ്യങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഈ സെക്ഷനിൽ പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം അല്പനേരം ധ്യാനിച്ചിട്ട് വേണം ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട്. ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കുമ്പം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഇരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ വചനത്തിലോട്ട് നമുക്ക് വരാം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പടകിൽ കയറി അക്കരയ്ക്ക് പോകാം, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാൻ ആര് പറഞ്ഞു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മള് പടകിൽ കയറി തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അവര് നീക്കി ഓടുമ്പം അവൻ ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതിന്റെ സാഹചര്യമാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമി വന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ കർത്താവ് പല സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ്. വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ബൈബിളിലുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ഉണ്ടാകുന്നു. അപ്പൊ വചനം കേൾക്കുമ്പോഴാണ് ഒരാടകത്ത് എന്തുണ്ടാകുന്നേ? ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും ആ പ്രശ്നത്തെ വിശ്വാസം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്താൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇത്രയും പ്രസംഗം കേട്ടിട്ട്, ഇത്രയും പ്രവചനങ്ങൾ കേട്ടിട്ട്, ഇത്രയും ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായി? ഒരു ചെറിയ കാറ്റ് വന്നപ്പം നിങ്ങളെല്ലാം തീർന്നെന്ന് പറയുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? എങ്ങാണ്ടൂടെ ഒരു ചെറിയ ചുഴലി അടിച്ചപ്പോഴേ ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? ആ ചുഴലിയെ അതിജീവിക്കേണ്ട വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. യേശു ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ.
ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം മറ്റാരും ഫേസ് ചെയ്യാത്തൊരു പ്രശ്നം നീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലെ ഒരു സന്ദേശം പറയാം. ആരും പോകാത്ത പ്രശ്നത്തിലൂടെ നീ പോയാൽ ആർക്കും ലഭിക്കാത്ത അനുഗ്രഹം നിനക്ക് ലഭിക്കും.